ഹായ് എല്ലാവർക്കും സിനീസ് ഫുഡ് കോർട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു ലഡുവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിതിൽ പഞ്ചസാരയോ ശർക്കരയോ ഒന്നും തന്നെ ചേർക്കുന്നില്ല. വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1 കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുന്നത് 240 ml കപ്പിലാണ് കേട്ടോ. പിന്നെ ഒരു 1/2 കപ്പോളം കപ്പലണ്ടി എടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു 10-12 ഈന്തപ്പഴം കുരു കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത്. ഇനി നമുക്ക് ആദ്യം തന്നെ ഈ ഓട്സും കപ്പലണ്ടിയൊക്കെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് ഡ്രൈ റോസ്റ്റ് ചെയ്യാനായിട്ട്. ഓട്സ് പെട്ടെന്ന് കരിഞ്ഞു പോകും അല്ലെങ്കിൽ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ഓട്സൊക്കെ ഒന്ന് പൊടിച്ചെടുക്കാനുള്ള ഒരു പരുവം അത്രയും മതി. അധികം കളറൊന്നും മാറേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇതാ നമ്മുടെ ഓട്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കപ്പലണ്ടിയും ചേർത്തിട്ട് നന്നായിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. ഇനി നമുക്ക് ഓട്സൊക്കെ ഒന്ന് പൊടിച്ചിട്ടെടുക്കണം. അപ്പോൾ ഒരു മിക്സിയിലിട്ടിട്ട് ഓട്സ് നന്നായിട്ട് പൊടിച്ചെടുക്കുക. അതുപോലെ നമ്മൾ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടിയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഞാൻ കപ്പലണ്ടി കുറച്ച് നന്നായിട്ട് പേസ്റ്റ് പോലെയാണ് അരച്ചിട്ടെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ പീനട്ട് ബട്ടറൊക്കെ ചെയ്യുന്ന പോലെ ആ രീതിയിലാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴവും ഇതുപോലെ തന്നെ അരച്ചെടുക്കണം. അപ്പോൾ ഈന്തപ്പഴം അരക്കുമ്പോൾ കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റാക്കി അരച്ചെടുക്കുക. പിന്നെ ഈന്തപ്പഴം കുറച്ച് നേരം നമ്മൾ വെള്ളത്തിൽ കുതിർത്തി വെക്കുകയാണെങ്കിൽ നമുക്കിതുപോലെ നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് പറ്റും. ഇനി ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈന്തപ്പഴത്തിൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കുക. അപ്പോൾ ഇതാ ഈന്തപ്പഴമൊക്കെ ചെറുതായിട്ട് തിളച്ചിട്ടൊക്കെ വരുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചിട്ടുള്ള കപ്പലണ്ടി കൂടെ ചേർത്ത് കൊടുക്കാം. അതുകൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ കപ്പലണ്ടിയും ഈന്തപ്പഴവും കൂടെ ഉള്ള ഈ ഒരു മിക്സ് ശരിക്കും പാനിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവുണ്ട്. അപ്പോൾ അതുവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇതാ ചെറുതായിട്ടൊക്കെ പാനിൽ നിന്ന് ഇതുപോലെ കട്ടയായിട്ട് പെട്ടെന്ന് ഇങ്ങനെ വിട്ട് വരുന്ന ആ ഒരു പരുവാവും. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബൗളിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള ഓട്സ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈന്തപ്പഴത്തിൻ്റെയും അതുപോലെ തന്നെ കപ്പലണ്ടിയുടെയും മിക്സ് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ചെറു ചൂടോടുകൂടി തന്നെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്കിത് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചിട്ടെടുക്കണം. അപ്പോൾ കയ്യിൽ കുറച്ച് നെയ്യ് കൂടെ തടവിയിട്ട് നന്നായിട്ട് ഇത് കുഴച്ചെടുക്കുക. അപ്പോൾ ഈ ഈന്തപ്പഴത്തിൻ്റെ ആ ഒരു മിക്സ് കൊണ്ട് തന്നെ നമ്മുടെ ഈ ഓട്സ് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. വേറെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ലഡു ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടമുള്ള വലിപ്പത്തിൽ ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ലഡുവിൻ്റെ ഷേപ്പാക്കിയിട്ട് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ നട്ട്സൊക്കെ വെക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അളവിൽ ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു 9 ലഡുവാണ് കേട്ടോ തയ്യാറാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മുടെ ലഡു ഇവിടെ റെഡിയായി. അപ്പോൾ നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ ഹെൽത്തിയാണ്, കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.